PLC യോഗത്തിന് ശേഷം ഇപ്പോൾ മന്ത്രി ഷിബു ബേബി ജോൺ മാധ്യമങ്ങളോട് സംസാരിച്ചു. ചില തർക്ക വിഷയങ്ങൾ, കൂലിയുടെ അടക്കം തർക്ക വിഷയങ്ങൾ നിലനിൽക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ചർച്ച തുടരാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. യൂണിയനുകളും മാനേജ്മെൻറ്റുകളും ആലോചിച്ച് ഉച്ചയ്ക്ക് ശേഷം ചർച്ച തുടരുന്നതായിരിക്കും. യോജിക്കാവുന്ന മേഖലകളിലൊക്കെ ഇന്ന് തന്നെ യോജിപ്പ് കണ്ടെത്തി ആ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്നതായിരിക്കും. അല്ല, തീർച്ചയായിട്ടും ആ വിഷയങ്ങളാണല്ലോ ഇതുവരെ ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗവും ട്രേഡ് യൂണിയൻ്റെ ഭാഗവും ഗവൺമെൻറ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതിന്മേൽ ഒരു സമന്വയം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉള്ള ചില നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചു. അത് ഉച്ചയ്ക്ക് ശേഷം ചർച്ച ചെയ്യാൻ ആണ് ഇരിക്കുന്നത്. അല്ല, അതിപ്പോൾ പരസ്യമായി പറയാനൊക്കത്തില്ല. സർക്കാർ ഈ ചർച്ചകളിൽ സർക്കാരിൻ്റെ ചില നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡ് യൂണിയനുകളെല്ലാം 500 രൂപ മിനിമം കൂലി വേണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കൂലി എങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ ഒക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ് അതിൻ്റെ സാധ്യതകൾ ആരായുന്നതാണ് ഇതുവരെ നടന്ന ചർച്ച. ഉച്ചയ്ക്ക് ശേഷം വ്യക്തമായ പ്രപ്പോസലോടുകൂടി അത് അതിന്മേലുള്ള പുരോഗതി അറിയിക്കുന്നതായിരിക്കും. അല്ല, മൂന്നാറിലെ സ്ത്രീ തൊഴിലാളികൾ, അവർ കണ്ണൻദേവനിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, കണ്ണൻദേവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പൊതുവെയുള്ള കൂലിയടക്കമുള്ള പൊതുവെയുള്ള വിഷയങ്ങളുമാണ് അവർ പറഞ്ഞത്. അവരുടെ ജീവിത പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആ കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. അത് ഗവൺമെൻറ് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യും. പക്ഷേ ഇന്നത്തെ PLCയിൽ പൊതുവായ കാര്യങ്ങൾ ആണ് ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ എല്ലാ തോട്ട വിളകളുടെയും, അത് റബ്ബറാണെങ്കിലും ഏലമാണെങ്കിലും തേയിലയാണെങ്കിലും കാപ്പി അടങ്ങുന്ന എല്ലാത്തിൻ്റെയും വിഷയങ്ങൾക്കൊരു പരിഹാരം കൂലിയുടെ തീരുമാനമാണ് എടുക്കുന്നത്. ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അത് ഈ PLC അറിയിച്ചു. കണ്ണൻദേവനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, പല വിഷയങ്ങൾ ആ തൊഴിലാളികൾ ഉന്നയിച്ചതുണ്ട്. കണ്ണൻദേവൻ്റെ KDHPയിലെ വിഷയം, ആ വിഷയങ്ങൾ അവരുന്നയിച്ച വിഷയങ്ങൾ ലേബർ കമ്മീഷണർ പ്രത്യേകമായി അവിടുത്തെ ട്രേഡ് യൂണിയനുകളെയും അവരുടെ തൊഴിലാളികളുടെ കൂടെ കേട്ടുകൊണ്ട് അവരുന്നയിച്ച വിഷയങ്ങളെല്ലാം തന്നെ പ്രത്യേകമായി ചർച്ച ചെയ്യുന്നതായിരിക്കും. ഒരു മാനേജ്മെൻറ്റ് എന്നുള്ള നിലയിൽ അതിന് പ്രത്യേക ചർച്ചയുണ്ടാവും. ഇന്ന് പൊതുവേ തോട്ടം മേഖലയിലെ വിഷയങ്ങൾ മാത്രമാണ് ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്.